ഹലോ ഗൈസ്, ഞാൻ കുറേ നാളുകൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡേ ആണെന്ന്. കാരണം ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്, അതും എ ഡേ ഇൻ മൈ ഹോം. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. 8 മണിക്കാണ്. അപ്പം നമ്മൾ ഹോസ്റ്റലിലാണെന്നുണ്ടെങ്കിൽ 8 മണി ആകുമ്പോഴത്തേക്കും ഫുഡൊക്കെ കഴിച്ചിട്ട് വരണ ടൈമാണ് തിരിച്ച്. വീട്ടിലാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ലേറ്റായിട്ടൊക്കെ എണീക്കാൻ പറ്റുള്ളൂ. 8 മണിക്കൊക്കെ എണീച്ച് പല്ലൊക്കെ തേച്ച് വന്നപ്പോഴത്തേക്ക് അമ്മ നല്ല ചായ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലോട്ട് കടക്കാതെ നിന്നപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കാര്യങ്ങളിലൊന്നാണ് ഇതോണക്ക് വീണ്ടും മുറ്റത്തിറങ്ങി നിന്ന് ഫ്രണ്ടിലോട്ട് നോക്കി ചായ കുടിക്കണതൊക്കെ. പിന്നെ ഫ്രണ്ടിൽ മതിൽ കെട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിന്നാൽ ഫുള്ള് റോട്ടിൽ എല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ. കാരണം നമുക്ക് അവിടെ നിന്ന് പറയുമ്പം റൂമിലെ ഡോറ് തുറന്ന് അപ്പുറത്തെ ഹൗസിൻ്റെ ഡോറാണ് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കോറിഡോർ. ടെറസിൽ പോകണമെങ്കിൽ തന്നെയും ടെറസിൽ ഒടുക്കത്തെ വെയിലും നല്ല തണുപ്പുമായിരിക്കും. അപ്പം നമുക്കതൊക്കെ മിസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം വീട്ടിൽ വന്നൊക്കെ ഇങ്ങനെയൊക്കെ റോഡിൽ നോക്കി കുറച്ച് നേരം വായി നോക്കിയൊക്കെ നിൽക്കുക. കാര്യം പറയട്ടെ ഗൈസ്, സത്യം പറഞ്ഞാൽ എനിക്കിനി ലോങ് വീഡിയോ എടുക്കാനോ ഒന്നിനും അറിഞ്ഞൂടാ എങ്ങനെയാണ് സംഭവങ്ങൾ സെറ്റപ്പ് എന്നുള്ളത്. ഇങ്ങനെ ജസ്റ്റ് വീഡിയോ എടുക്കുക, സംസാരിക്കുക, ഇതൊക്കെ ഉള്ളൂ എൻ്റെ ഒരു ഇത്. എഡിറ്റിങ് സാധാരണ പിന്നെ വിഷയമില്ല, നമുക്ക് എങ്ങനെ പഠിച്ചൊക്കെ ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഷോർട്സ് എഡിറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് എനിക്കറിയാം. അപ്പം ആ ഒരു ഇതിലാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. നമുക്ക് കുറച്ച് +3 ഒക്കെ ആയിട്ട് വരാം. എനിക്ക് രാവിലെ തന്നെ കുളിക്കണം, പിന്നെ കുറച്ച് തുണികൾ കഴുകാനുണ്ട്. അപ്പം അത് ഫസ്റ്റ് തീർത്തിട്ട് ബാക്കി എല്ലാ പരിപാടിയിലോട്ടും ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് ഗൈസ്. ഞാൻ കുളിച്ചിറങ്ങിയപ്പോഴത്തേക്കും തന്നെ മണി 9:15. അപ്പം ഞാൻ കരുതി പിന്നെ എന്നാൽ വാഷിംഗ് മെഷീനകത്ത് ഡ്രസ്സെല്ലാം വാരിയിട്ട് ഞാൻ തിളങ്ങ് ഇതായിക്കോളുമല്ലോ എന്ന് കരുതി. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ വാരി അതിനകത്ത് സോക്കിയായി ഇട്ടിട്ട് ഫുഡ് കഴിക്കാൻ പോകാൻ ഗൈസ്. അമ്മ രാവിലെ നല്ല പുട്ടും കടലക്കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അമ്മ താഴോട്ട് അവിടെ പോയി. അപ്പം ഞാൻ കരുതി എന്നാൽ പിന്നെ പുട്ടും കടലക്കറിയും കഴിക്കാൻ നിന്നിട്ട് അപ്പോൾ തുണി അവിടെ ഒരു ഇതാവുമല്ലോ, പിന്നെ ഒന്നും കൂടെ ഡ്രൈ വാഷൊക്കെ ചെയ്ത് മാറ്റാമെന്ന് കരുതി. അപ്പം നമുക്ക് കഴിക്കാൻ പോകാം. അങ്ങനെ പാത്രത്തിലോട്ടെല്ലാം എടുത്ത് സംഭവം നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അതാണ് ആ ഒരു നല്ല മണമൊക്കെ ഉണ്ടാക്കാറിരിക്കും. ഭയങ്കര സന്തോഷമൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞാൻ ഇത് കഴിക്കട്ടെ. നമ്മളവിടെ ഞാൻ പറഞ്ഞല്ലോ ഹോസ്റ്റലിൽ പുട്ടും കടലയും കിട്ടും, പക്ഷേ നമ്മളെ വീട്ടിൽ ആ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അത് കിട്ടില്ല. കാരണം അവർ ഇത്രയും പേരൊക്കെ ഉണ്ടാക്കുമ്പം നല്ല വെള്ളത്തിനൊക്കെ ആയിരിക്കും ഉണ്ടാക്കണം. പക്ഷെ ഇത് സംഭവം കഴിക്കാം. സൂപ്പർ, നല്ല ടേസ്റ്റ്. കുറേ നാളിൽ കഴിച്ചിട്ട് ഇപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ തിരിച്ച് ഹോസ്റ്റലിൽ പോകണത് നമുക്കത് കഴിക്കാമല്ലോ. ഹോസ്റ്റലിൽ പോയിട്ട് പിന്നെ അടുത്ത ഫുഡ് നമ്മളിവിടുന്ന് പോകുമ്പോൾ കുറേ അച്ചാറൊക്കെ കൊണ്ടുപോകും. എന്നിട്ട് അതെല്ലാം ഒറ്റ ഒരാഴ്ച കൊണ്ട് തീർക്കും. എന്നിട്ട് വീണ്ടും അവിടുത്തെ അൾക്കാപ്പുൾക്ക ഫുഡ് കഴിക്കണം. പക്ഷെ അവിടെ ചില ദിവസം നല്ല ഫുഡ് കിട്ടും, ചില ദിവസം ഒട്ടും പറ്റൂല. ഹോസ്റ്റലിൽ നിന്ന് പോയ പിന്നെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് നമ്മുടെ ഫുഡാണ്. ഇൻസ്റ്റയിൽ കുറേ റീൽസൊക്കെ കാണും, മിസ്സിങ് മൈ അമ്മാസ് ഫുഡ്, അങ്ങനെ കുറേ റീൽസൊക്കെ കാണും. പക്ഷെ അപ്പം സങ്കടം വരും, അയ്യോ നല്ല ഫുഡ് വീട്ടിൽ കിട്ടുമല്ലോ എന്നിട്ടാണ് ഏതോ നാട്ടിൽ വന്ന് കിടക്കണമെന്ന് ആലോചിക്കുമ്പോൾ. ഇന്നും എൻ്റെ അമ്മ പുള്ളിയാണ്, അമ്മയ്ക്ക് നല്ലതായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അറിയാം. ഞാൻ ലീവിന് വന്നിട്ട് ഇതുവരെ ഒരു സദ്യ കഴിച്ചില്ല. അപ്പം ഇന്ന് ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി സദ്യ കഴിക്കാമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പോവാണ്. ഞാൻ അമ്മയും മാത്രമേ പോകുന്നുള്ളൂ. ഞങ്ങൾ പോയിട്ട് കല്ലിനുള്ള ഫുഡ് വാങ്ങിക്കൊണ്ട് വരും പാർസലാക്കിയിട്ട്. അപ്പം അങ്ങനെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി നിൽക്കുകയാണ്. അവിടെ എത്തിയപ്പോഴത്തേക്കും വലിയ ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ ഒരു തിരക്ക് അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അവിടെ പോയി ക്യൂവിലൊക്കെ നിന്ന് ഫുഡൊക്കെ വാങ്ങി. എല്ലാ കറികളൊന്നും ഇല്ലായിരുന്നു, കുറച്ച് 2-3 കറികളൊക്കെ കൂട്ടി നല്ലൊരു സദ്യ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ കാരണം ഇത് ഇങ്ങനെ കഴിച്ചിട്ട് കുറേ നാളായല്ലോ, അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ പൈനാപ്പിൾ കൊണ്ടുള്ള ഒരു പുളിശ്ശേരി ഉണ്ടായിരുന്നു, ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് തട്ടിവിട്ട് പിന്നെ ഉച്ചയും കൂടെ ഇല്ലേ, അപ്പം നല്ല അങ്ങനെ ചൂട് പറഞ്ഞൊരു മായൊക്കെ വാങ്ങിച്ച് കുടിച്ച് നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. പിന്നെ വീട്ടിൽ വന്നിട്ട് ഉച്ച തൊട്ടൊരു വൈകുന്നേരം വരെ TV-യും കണ്ട് കഥയും പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും മുറ്റമൊക്കെ തൂത്ത് വൃത്തിയാക്കിയിട്ട് അപ്പോഴത്തേക്കും അമ്മ പറഞ്ഞ് ഫ്രിഡ്ജിൽ തണ്ണിമത്തൻ എടുത്ത് കട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതൊക്കെ എടുത്ത് കട്ട് ചെയ്ത് കഴിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതാണ് ഗൈസ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്, അത് എൻ്റെ വീട്ടിൽ ഇൻ മൈ ഹോം. അപ്പോൾ ചാനലായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.